ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നത്തെയും പോലെ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നോമ്പൊക്കെ വരാനായതുകൊണ്ട് തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയായി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോമ്പിന് നമുക്ക് എന്നത്തേനേക്കാളും കുറച്ചും കൂടി വർക്ക് കൂടുതലായിരിക്കും കിച്ചണിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സിമ്പിളാക്കി എടുക്കാനും പെട്ടെന്ന് വർക്കൊക്കെ ഒതുക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. വീട്ടിൽ ചിക്കനോ ബീഫോ ഒക്കെ കൊണ്ടുവരുമ്പോൾ ആ കവറോടുക്കൻ അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റാതെ ഇതുപോലെ ഫ്രൈ ചെയ്യാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ വേറെ വേറെ ആക്കി വെക്കുക. അതുപോലെ ബോൺലെസ് ചിക്കൻ അഥവാ കട്ട്ലേറ്റ്, സമൂസ ഇതൊക്കെ ഉണ്ടാക്കാനുള്ളത് അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ബീഫാണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കറി വെക്കുന്ന ടൈമിൽ ഓരോ ബോക്സായിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഈ കട്ടയായിട്ട് ഇരിക്കുന്ന ഇറച്ചിയായിട്ട് ഭയങ്കരമായിട്ട് മൽപ്പിടുത്തം പിടിക്കേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സൗകര്യത്തിനനുസരിച്ച് ഓരോ ബോക്സ് എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നോമ്പിനൊക്കെ കുറച്ചധികം ഈത്തപ്പഴമൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈത്തപ്പഴം വാങ്ങുമ്പോൾ തന്നെ കുറച്ച് ബദാമോ അല്ലെങ്കിൽ നട്ട്സോ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം കേട്ടോ. എന്നിട്ട് ഈത്തപ്പഴം എടുക്കുക, അതിനുള്ളിലുള്ള സീഡില്ലേ അത് ഇതുപോലെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ആ കുരു അങ്ങ് കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് പകരമായിട്ട് ബദാമോ അല്ലെങ്കിൽ നട്ട്സോ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബോക്സിലൊക്കെ ഇട്ട് വെക്കുക. ഇനി കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിലും സീഡ് ഉണ്ടെന്നുള്ള ആ ടെൻഷൻ വേണ്ടല്ലോ. ഉള്ളിൽ ബദാമല്ലേ, നല്ല ഹെൽത്തിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഗ്രീൻ പീസൊക്കെ ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് ഇതുപോലെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് യൂസ് ആക്കിയാൽ മതിയാവും. ആ ഒരു ടൈമിൽ പോയിട്ട് കടല വെള്ളത്തിലിടാണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, യൂസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ അത്യാവശ്യമുണ്ട് ചിക്കൻ കറിയും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസും വറ്റൽമുളകും ഏലക്കായും കുരുമുളകൊക്കെ ഇതുപോലെ വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ടോ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഓരോന്നും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ച് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒന്ന് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല പൗഡർ, പിന്നെ നമ്മൾ മധുരമുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഷുഗറും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി പൊടിച്ചെടുത്തതൊക്കെ നമുക്ക് ഓരോ ബോട്ടിലാക്കിയിട്ട് ഇട്ട് വെക്കാം കേട്ടോ. ഇത് കുറേ കാലം കേടുകൂടാതെ അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നനവില്ലാത്ത സ്പൂണൊക്കെ യൂസ് ആക്കുക. അതുപോലെ ഇട്ട് വെക്കുന്ന ബോട്ടിലും നനവിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ 3 പൊടിച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയ ബോക്സിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതുപോലെ ചിക്കൻ കൊണ്ടാട്ടം, സ്നാക്സ് അതുപോലെ എന്തിനും നമ്മൾ യൂസ് ആക്കുമല്ലോ, അതുകൊണ്ടാണ് കുറച്ചധികം പൊടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ അടച്ചു വെച്ചിട്ട് നമുക്ക് പുറത്തുതന്നെ സൂക്ഷിച്ചാൽ മതിയാവും. കുറേ കാലം അങ്ങനെ തന്നെ കേടുകൂടാതിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് ബ്രെഡ് ക്രംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പം കുറച്ച് കുറച്ച് പൊടിക്കാവുന്നത് ഇതുപോലെ ബ്രെഡൊക്കെ കുറച്ചധികം കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് പൊടിച്ചെടുത്തതൊക്കെ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം ചൂടാക്കുമ്പോൾ ഒന്നിങ്ങ് സോഫ്റ്റ് ആയിട്ട് വരും, പിന്നെയും ചൂടാക്കുമ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി അതുപോലെ നോമ്പിന് 30 ദിവസം നമ്മൾ ഉണ്ടാക്കുന്നതാണ് തരിക്കഞ്ഞി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവയൊക്കെ കുറച്ചധികം വാങ്ങി സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്, ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് റവ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതും എടുത്ത് വെക്കുക കേട്ടോ. ഇനി തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ റവ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് സേമിയ. അപ്പോൾ സേമിയയുടെ പാക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സംഭവം വെച്ചിട്ട് ഒന്ന് തല്ലി പൊട്ടിച്ച് കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ സേമിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വലിയ പീസാക്കി എടുക്കുമ്പോൾ നൂഡിൽസ് പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം അതൊക്കെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നനവില്ലാത്ത ബോട്ടിലിൽ നമ്മൾ വറുത്തെടുത്ത ബ്രെഡ് ക്രംസ്, റവ, സേമിയ ഇതൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. ഇങ്ങനെ വറുത്തിട്ട് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം മാസങ്ങളോളമൊക്കെ കേടുകൂടാതെ അങ്ങനെ തന്നെ പുറത്തിരിക്കും. ചെറിയ ചെറിയ പ്രാണികളോ പൂപ്പലോ ഒന്നും വരത്തില്ല. പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്നിലേക്ക് ഇതിൽ തന്നെ ഓരോ സ്പൂൺ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ നനവില്ലാത്ത സ്പൂൺ മാത്രം യൂസ് ആക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ എല്ലാ നോമ്പിനും സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാട്ടോ. നമ്മൾ ഈ അധികം നോമ്പ് തുറക്കാൻ നേരത്തായിരിക്കും ഈ വെള്ളം കലക്കാനൊക്കെ നിൽക്കുക. ആ ഒരു ടൈമിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതുപോലെ കുറച്ചധികം നാരങ്ങയൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഇതുപോലത്തെ ബോട്ടിലിലേക്കോ ഗ്ലാസ്സിലേക്കോ ആ നാരങ്ങയുടെ നീര് മൊത്തമായിട്ട് എടുക്കുക. ഇതുപോലെ മൊത്തം നാരങ്ങയുടെ നീരും എടുത്തതിന് ശേഷം അതിലുള്ള കുരുവൊക്കെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഐസൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ബോക്സിലേക്ക് നമ്മൾ ആ നാരങ്ങയുടെ നീര് മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നാരങ്ങ നീരൊക്കെ ഇവിടെ കട്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബോക്സിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം കലക്കുന്ന നേരത്ത് നാരങ്ങ പിഴിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അധികം ആൾക്കാരുടെ ഡൗട്ടായിരിക്കും ഇങ്ങനെ ആകുമ്പോൾ നാരങ്ങ നീര് കഴിക്കുമെന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ. ആവശ്യമുള്ള ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ക്യൂബ് എടുക്കുക. 1-2 ക്യൂബ് എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നാരി സിറപ്പോ അല്ലെങ്കിൽ ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും വേണ്ടവർക്ക് കസ്കസും ആഡ് ചെയ്ത് കൊടുത്താൽ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാവുമ്പോൾ വെള്ളം റെഡിയാക്കാൻ കുട്ടികളെ വരെ ഏൽപ്പിക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. കുറച്ചധികം തേങ്ങയൊക്കെ ചിരവിയിട്ട് ഇതുപോലെ ഒരു ബോക്സിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ സമയം നമുക്ക് നോമ്പിന് ലാഭിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവമാണ് തേങ്ങ. റവക്കഞ്ഞി, ജീരകക്കഞ്ഞി, കറി ഇതിനൊക്കെ തേങ്ങ ആവശ്യമാണ്. അപ്പോൾ കുറച്ചധികം തേങ്ങയൊക്കെ ചിരവി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കുറച്ചെടുക്കുക. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചാൽ മതിയാവും. ഇനി അടുത്തതായിട്ട് കറിക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം കേട്ടോ. കാരണം കുറച്ചധികം ദിവസം എടുത്ത് വെക്കാനുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഇതുപോലെ വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി ആ കറിവേപ്പിലയൊക്കെ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാവണ വരെ വറുത്തെടുക്കണം. ശേഷം നമുക്ക് ഇതും ഒരു ബോക്സിലാക്കിയിട്ട് ഇട്ട് വെക്കാം. ഇങ്ങനെയാകുമ്പോൾ ചിക്കൻ കറി വറുത്തരച്ച് വെക്കുമ്പോഴും അതുപോലെ മുട്ടക്കറി ഏത് കറി നമ്മൾ വറുത്തരച്ച് വെക്കുമ്പോഴും അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് യൂസാക്കിയാൽ മതിയാവും. കറിയൊക്കെ വെക്കുമ്പോൾ ഒന്നിച്ച് വറുത്ത തേങ്ങ ചേർക്കരുത് കേട്ടോ. ഇതുപോലെ പച്ചത്തേങ്ങയിലേക്ക് 1-2 സ്പൂൺ വറുത്ത തേങ്ങ ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വേണം കറിയിലോട്ട് ആഡാക്കി കൊടുക്കാൻ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നോമ്പ് 30-നും തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുന്തിരി, കാഷ്നട്ട്, ചെറിയുള്ളി, അതുപോലെ മിൽമയുടെ ഗീ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് മിൽമയുടെ ഗീയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ കയ്യിൽ ഏത് ഗീയാണോ ഉള്ളത് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളി ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ കാഷ്നട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഉണക്കമുന്തിരിയൊക്കെ ബോൾ പോലെ വെറുത്ത് വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം കേട് കൂടാതിരിക്കും കേട്ടോ. നോമ്പ് 30 ദിവസം തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടൈമിൽ പോയിട്ട് നട്ട്സും കിസ്മിസും വറുത്തിടേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഓരോ സ്പൂൺ ആഡാക്കിയാൽ മതിയാവും. എന്നിട്ടും ബാക്കി ഉണ്ടെങ്കിൽ പെരുന്നാൾക്ക് പായസം ഉണ്ടാക്കുമ്പോൾ ബാക്കി അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി അടുത്തതായിട്ട് നോമ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാണ്ട് ജ്യൂസി ആക്കി എടുക്കേണ്ട കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ ഒക്കെ കളറ് ചേഞ്ചായി പച്ചച്ചുവൊക്കെ മാറി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ വേവിച്ചിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് തക്കാളിയോ മല്ലിയിലയോ പുതിനയിലയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ചധികം എടുത്ത് വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റിലും വ്യത്യാസം വരും. അതുപോലെ പെട്ടെന്ന് നാശാവാനുള്ള ചാൻസ് ഉണ്ട്. ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മിക്സായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഇതുപോലത്തെ ബോക്സിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ ഫില്ലിംഗ് ആക്കിയിട്ട് വെക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സമൂസയോ അല്ലെങ്കിൽ ചിക്കൻ റോളോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഇനി കുറച്ച് മധുരമുള്ള ഫില്ലിംഗ് കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയോ അല്ലെങ്കിൽ ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയൊക്കെ മെൽറ്റായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. മധുരമുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആ നേരത്ത് നമുക്ക് ഉന്നക്കായോ അല്ലെങ്കിൽ ഇലയുടെയോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അപ്പം വെച്ചിട്ട് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് ഓൾറെഡി റെഡിയാക്കി വെച്ചതുകൊണ്ട് ആ ഒരു ടൈം നമുക്ക് ലാഭമാട്ടോ. അപ്പോൾ നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരമുള്ള സ്നാക്സും, ഇനി അതല്ല എരിവാണ് ഇഷ്ടമുള്ളതെങ്കിൽ എരിവുള്ള സ്നാക്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരുടെയും ടൈം അധികം പോകുന്നതും ഈ ഇഞ്ചി വെളുത്തുള്ളി ചുരണ്ടിയിട്ടും അത് അരച്ചിട്ടൊക്കെയാണ്.
അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചുരണ്ടി അരച്ച് വെക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ. ഇഞ്ചി ചുരണ്ടിയിട്ട് അത് അരച്ച് വെക്കുക. അതുപോലെ വെളുത്തുള്ളി തൊലിച്ചിട്ട്, വെളുത്തുള്ളി തൊലിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം തൊലിക്കാണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് വെയിലത്തിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൊണ്ട് തൊലിച്ച് കിട്ടും. ഇനി അതല്ല അതൊക്കെ മറന്നിക്കണമെങ്കിൽ പെട്ടെന്ന് തൊണ്ട് തൊലിക്കാനുള്ള വിദ്യ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വെളുത്തുള്ളിയുടെ സെൻറ്ററിൽ ഒരു വെട്ട് കൊടുക്കുക. എന്നിട്ട് തോലങ്ങ് മാറ്റിയാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് അരച്ച് വെക്കുന്നുണ്ട്. ഒന്നിച്ച് അരച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.